അപ്പോൾ അതിനകത്ത് നമ്മൾ ഓക്കെ. അപ്പോൾ അതിനകത്ത് Fe2O6 നമ്മൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ക്വസ്റ്റ്യൻ എല്ലാവരും അതിനകത്ത് കണ്ടു കഴിഞ്ഞു. Fe രണ്ട് സാധനങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് മനസ്സിലാക്കി എടുക്കണം. ആദ്യമേ ശ്രദ്ധിച്ചോളൂ, ഇത് കുറച്ച് പാടുള്ള സംഭവങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കോമ്പൗണ്ട് എങ്ങനെയാണ് കോമ്പൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ. കോമ്പൗണ്ട് Fe2O6 3+. ഫസ്റ്റത്തെ കോമ്പൗണ്ട് അതാണ്. Fe2O6 എന്താണ് ഫസ്റ്റത്തത്? Fe2O എന്നാണ് കേട്ടോ. ആ 2 ഇങ്ങനെയാണ്. ഓക്കെ. H2O6 3+. ഇതിവിടെയാണ് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ. അപ്പോൾ അത് നമുക്കതിനകത്ത് സെറ്റായി ഫസ്റ്റത്തെ കോമ്പൗണ്ട്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് തന്നിരിക്കുന്നത് Fe സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സയനൈഡാണ് 6 എണ്ണം. അയണിൻ്റെ കൂടെ 6 സയനൈഡും ചാർജ് 3- ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കോമ്പൗണ്ട് തന്ന്, ഒന്ന് പാരാമാഗ്നറ്റിക് ആണ്, മറ്റത് ഒന്ന് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്, ഒന്ന് വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇത് സ്ട്രോങ് ആണ്, ഇത് ആൾ എന്താണ് സ്ട്രോങ് ആണ്, ഇത് വീക്കാണ്. അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് എന്ന് വിളിക്കുക. അപ്പോൾ ഫസ്റ്റത്തത് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്, രണ്ടാമത്തത് എന്താണ് വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. സോ എക്സ്പ്ലെയിൻ, എന്തുകൊണ്ടാണ് ഇതിനകത്ത് വെള്ളം എന്തായത് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആയത്? ഇരുമ്പിൻ്റെ കൂടെ 6 വെള്ളം വന്ന് Fe2O6 3+ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്. എന്നാലോ സയനൈഡ് വന്നു കഴിഞ്ഞാൽ വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ട്? സോ അതാണ് നമ്മൾ അതിനകത്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ എന്താ സംഭവം എന്നറിയോ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിൽ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതാണ് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക്. വീക്ക്ലി പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അതിൽ മിക്കവാറും ആളുകൾ ഇങ്ങനെ നിൽക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും. 1 or 2 ഒക്കെ ആളുകളെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുള്ളൂ. സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ കുറേ ഇലക്ട്രോണുകൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചവരൊക്കെ സ്ട്രോങ് ആയിരിക്കും, ഒറ്റയ്ക്ക് നിൽക്കുന്നവർ കുറവാണ്. എല്ലാം പെയറായിട്ടാണ് നിൽക്കുന്നവരെങ്കിൽ വീക്കായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അപ്പം ഈ കേസിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. ഈ ചാപ്റ്ററിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഭാഗത്തിലോട്ടാണ് പോകുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇത് വീണ്ടും പറയാൻ ടൈം ഉണ്ടാവില്ല, അങ്ങനെ കാര്യമുണ്ട്. കാരണം ഇതൊരു ഒരുപാട് ഇതിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇത് ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഒരു 2 മാർക്ക് 3 മാർക്ക് വരുന്ന ഒരുപാട് ഈ ടൈപ്പ് വരും ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്റർ ഇതോട് കൂടിയിട്ട്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇതോട് കൂടിയിട്ട് തീരും. പിന്നെ എളുപ്പമാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് Fe2O6 നമുക്ക് വരച്ച് തുടങ്ങാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? Fe2O6 ക്വസ്റ്റ്യൻ ആദ്യം എന്ത് ചെയ്യുക? അതേപടി ഇങ്ങനെ എഴുതി വെക്കുക. ഫസ്റ്റത്തെ ആളെ എഴുതി വെച്ചു. ഇനി നമുക്കറിയേണ്ട കാര്യം, നമുക്ക് ഇതിനകത്തൊരു കോഡ് പഠിക്കാണ്ട്. ശക്തി വിക്രമൻ ഫെക്കോ നിക്കുസൻ. ഇത് ഓരോരോ ആളുകളാണ്. ശക്തി വിക്രമൻ ഫെക്കോ നിക്കുസൻ. ഇങ്ങനെ വേണം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ കാണാൻ. ശക്തി വിക്രമൻ ഫെക്കോ നിക്കുസൻ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ശക്തിയിൽ ഇത് നിങ്ങൾ കാണാൻ പഠിക്കുന്നത് സ്കാൻഡിയം എന്നാണ് ഇയാൾ വിളിക്കുക. ഈ ശക്തി എന്താണ്? സ്കാൻഡിയമാണ്. ഫസ്റ്റത്തെ ആൾ സ്കാൻഡിയം. അപ്പോൾ ശക്തിയിലെ ഓരോ ആളുകളെയും ഞാൻ പറഞ്ഞു തരാം. SC എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം എന്നാണ്. അപ്പോൾ സ്കാൻഡിയം കണ്ടാൽ നിങ്ങൾ അതിൻ്റെ നമ്പർ 21 ആണ് കേട്ടോ. ഇനി TI എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയമാണ്. അപ്പോൾ TI എന്ന് നമ്മൾ വിളിക്കുന്നത് ടൈറ്റാനിയത്തിനെയാണ്. അതിൻ്റെ നമ്പർ 22 ആണ്. ഇനി V എന്ന് പറഞ്ഞാൽ ശക്തി വിക്രമനിലെ V ഉണ്ടല്ലോ, V എന്ന് പറഞ്ഞാൽ നമ്മൾ വനേഡിയത്തിനെയാണ് V എന്ന് വിളിക്കുന്നത്. വനേഡിയം. അപ്പോൾ വനേഡിയം വന്നു കഴിഞ്ഞാൽ എത്രയാണ്? വനേഡിയത്തിന് അതിനകത്ത് 23 ആണ്. CR എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ക്രോമിയമാണ്. CR ക്രോമിയമാണ്. ക്രോമിയം നമ്മൾ നമ്പർ 24 ആണ്. പിന്നെ മാംഗനീസ് ആണ്, ഇത് 25. മാംഗനീസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. Mn മാംഗനീസ് ആണ്.
അയൺ അടുത്തത് അയൺ ആണ് Fe. അയൺ 26 കൊബാൾട്ട് 27 നിക്കൽ 28 കോപ്പർ 29 സിങ്ക് 30. അപ്പം ഈ ഒരു നമ്പർ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ എല്ലാവരും ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ആദ്യം പഠിക്കേണ്ട കാര്യം ഇതാണ്. ശക്, സഖ്ദി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ. ഇത് ഈ കോഡ് വെച്ച് കാണാതെ അങ്ങനെ പറയണം ഈ കോഡ്. അപ്പോൾ ഇത് 21, 22, ഇതിൻ്റെ നമ്പർ 23, ഇത് ക്രോമിയം 24, മാംഗനീസ് 25, അയൺ വന്നാൽ 26, കൊബാൾട്ട് 27, നിക്കൽ 28, കോപ്പർ 29, സിങ്ക് 30. അപ്പോൾ ഈ നമ്പറുകൾ നിങ്ങൾക്ക് അറിയണം, ഈ ലെറ്ററും അറിയണം. ശക്തി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ. ഇത് കാണാതെ പഠിച്ചു വെക്കുക. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും നമുക്കിനി പറയാനില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സെക്ഷനിൽ അതിനകത്ത് ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. ഇതെല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേ. അതായത് ഇത് ഇവിടെ ഫസ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഫസ്റ്റ് വരുന്ന ആളുകളാണ് ഇവർ. ഇപ്പോൾ ചിലതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊബാൾട്ട്, പിന്നെ ബാക്കി കൂടെ NH3 അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആളുകളാണ് ഇവർ. അവരുടെ നമ്പറാണ് അവിടെ തന്നിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ അയൺ ആണ്. അപ്പോൾ നമുക്കറിയാം അയണിൻ്റെ നമ്പർ എത്രയാണ്? 26. അപ്പോൾ അയൺ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായി. അയൺ എവിടെ കണ്ടാലും ഇനി നിങ്ങൾ എന്താ പറയേണ്ടത്? 26. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. നമുക്കിവിടെ ചോദ്യത്തിൽ എല്ലാവരും നോക്കുക, ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ Fe എന്നാണ്. അതിൻ്റെ നമ്പർ അറിയണം ഈ ചോദ്യം ചെയ്യാൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള കോഡായിരുന്നു ഇത് പഠിച്ചു വെക്കാൻ. ഇത് ചിലപ്പം ക്രോമിയം ആയിരിക്കും തരിക. അപ്പോൾ 24 എന്ന് നിങ്ങൾക്ക് അറിയണം. നിക്കൽ വന്നാൽ 28 നിങ്ങൾക്ക് അറിയണം. അയൺ വന്നാൽ 26 നിങ്ങൾക്ക് അറിയണം. ഓക്കെ. അപ്പം എല്ലാവർക്കും അയൺ 26 ഒരു സംശയവും ഇല്ലല്ലോ? ഇല്ലെങ്കിൽ ലൈക്ക് അടിച്ചേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ 26 ഇരുമ്പിൻ്റെ നമ്പർ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഞാനിത് മായ്ക്കുകയാണ്. ഇരുമ്പിൻ്റെ നമ്പർ 26. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അയൺ എന്താണ്? 26. 26 എങ്ങനെയാണ് എഴുതാന്നറിയോ? ആർഗൺ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇടുക. ആർഗൺ എത്രയാണെന്നറിയോ? 18 അതിനകത്ത്. ബാക്കി നമുക്ക് 26 വേണ്ടേ? 18 ആയിട്ടുള്ളൂ ആർഗൺ. ബാക്കി ഫോറസ്റ്റ്. അപ്പോൾ 20 18 2 20. ബാക്കി ഇനിയും ഉണ്ട് 6. അത് 3D കൊടുക്കണം. 3D6 ബാക്കി 6. അപ്പം ഇങ്ങനെയാണ് 26 ഉള്ളത് എഴുതുക. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് 28 എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചാൽ 28 ഇങ്ങനെയാണ് എഴുതുക. ആർഗൺ 18, പിന്നെ ഫോറസ്റ്റ്. അപ്പോൾ 20. ഇനി 8 വേണം. അപ്പോൾ 3D8. അങ്ങനെയെങ്കിൽ 24, 23 എങ്ങനെയാണ് എഴുതുക? 23, 20 വരെ എങ്ങനെയാണ്? ആർഗൺ 18, ഫോറസ്റ്റ്. ഇപ്പോൾ 20. ഇനി 3 കൂടിയുണ്ട്. അപ്പോൾ 3D3. അപ്പോൾ ഇങ്ങനെ ഏതിനും ഇത് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി 27 എങ്ങനെ എഴുതും? 27 ആർഗൺ 18 കൊടുക്കണം. അപ്പോൾ 18. ബാക്കി ഫോറസ്റ്റിൽ കൊടുക്കണം. അപ്പോൾ 20. ഇനി 7 ഉണ്ട്. അത് 3D7 എന്ന് പറഞ്ഞ് കൊടുക്കണം. അങ്ങനെ ഏത് വന്നാലും ഇങ്ങനെയാണ് എഴുതേണ്ടത്. 20 മുതൽ 30 വരെയുള്ളത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം 30 എങ്ങനെ എഴുതും? 30 എങ്ങനെ എഴുതും എന്ന് ചോദിച്ചാൽ 30 ആർഗൺ 18, ബാക്കി ഫോറസ്റ്റു. അപ്പോൾ എത്രയായി? 20. 20 ഇനി 3Dക്ക് എത്ര വരും? 10 വരും. 3Dയിൽ 10 വരെ കൊള്ളും. അപ്പം 30. അപ്പം ഇത് എഴുതുന്ന രീതി മനസ്സിലായവർ അതിനകത്ത് ലൈക്ക് അടിക്കൂ. അപ്പോൾ ഇത് എഴുതി വെക്കൂ. ഈ രണ്ടാമത്തെ നമ്പർ എങ്ങനെയാണ് കാണുന്നതെന്ന് ഓരോന്നിൻ്റെയും. ഇപ്പോൾ 21 ആണെങ്കിൽ എങ്ങനെയാണ് വരിക? 21 ആണെങ്കിൽ ആർഗൺ 18, ആർഗൺ 18, ഫോറസ്റ്റ് 20, 3D1. അപ്പം 21 ഫോറസ്റ്റ് 3D1, 22 ഫോറസ്റ്റ് 3D2, 23 ഫോറസ്റ്റ് 3D3. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. 21 എങ്ങനെയാ? ആർഗൺ 18, 21 ആവുമ്പോൾ ഫോറസ്റ്റ് 3D1.
അപ്പോൾ 28 എങ്ങനെയാ? ഇതെല്ലാം സെയിം തന്നെയാണ്. 22 എങ്ങനെയാ? എല്ലാം സെയിം ആണ്, 3D2 വരും. 23 എങ്ങനെയാ? ഇതൊക്കെ സെയിം തന്നെയാണ്, 3D3 വരും. 24 എങ്ങനെയാ? ഇതൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമുണ്ട്, 3D, അത് 5 ആണ് വരിക. 24-ന് 3D4 അല്ല, 23-ന് 3D3 ആണ്, 22-ന് 3D2 ആണ്, 21-ന് 3D1 ആണ്, 24 ഒരു എക്സെപ്ഷൻ ആണ്, അതിന് 4 അല്ല വരിക, 5 ആണ് വരിക. ഇനി 25-ലോട്ട് പോകാം. 25-ന് എന്തെന്നെയാണ് വരിക? ആർഗൺ 18 4s2 3D5 എന്ന് തന്നെ. 25-ന് കറക്റ്റാണ്. 26-ന് എന്താ വരിക? ആർഗൺ 18 4s2 3D6 എന്നാണ്. 27-ന് എന്താണ്? ആർഗൺ 18 4s2 3D7 എന്നാണ്. 28-ന് എന്താണ്? ആർഗൺ 18 4s2 3D8 എന്നാണ്. 29-ന് എന്താണ്? കളിമാറും. ആർഗൺ 18 29-ൻ്റെ അപ്പം ഞാൻ എഴുതി തരാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 29 എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആർഗൺ 18, അപ്പോൾ 18 ആയി. പിന്നെ 4s2 അപ്പോൾ 20 ആയി. 3D9 വരുമെന്ന് ഇല്ല. 24-ന് എന്താ വന്നത്? 25 അല്ലേ? അത് ഹാഫ് ഫില്ല്, പകുതിയാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 29-ന് ഫുൾ ഫില്ലാകാൻ വേണ്ടിയിട്ട് 4s1 3D10 എന്നാണ് വരിക. 24-ന് നിങ്ങൾ എന്താ വിചാരിക്കുക? ആർഗൺ 18 4s2 3D4 എന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ ഡി അവിടെ ഹാഫിലാകാൻ വേണ്ടിയിട്ട് ഈ എസ്സിൻ്റെ എസ്സിൽ 1 ആക്കിയിട്ട് ആ 1 ഡിയിലോട്ട് കൊടുത്ത് 5 ആക്കും. അത് നിങ്ങൾ +1-ലൊക്കെ പഠിക്കുന്ന എക്സ്ട്രാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കോൺഫിഗറേഷൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരു അബ്നോർമൽ കോൺഫിഗറേഷനാണ്. അവിടെ എസ്സിൽ നമ്മൾ വിചാരിക്കുക, നമ്മളിപ്പം ഇത് പ്രകാരം എങ്ങനെയാണ് വിചാരിക്കുക? കോപ്പറിൻ്റെ ക്രോമിയം, ഫസ്റ്റ് ക്രോമിയം എടുക്കാം. ക്രോമിയം എന്താണ്? 24 ആണ്. അപ്പം നമ്മൾ വിചാരിക്കും ആർഗണ് 18 കൊടുത്തു, ബാക്കി 4s2-ലോട്ട് പോയി, അപ്പോൾ 20 ആയി. ഇനി 4 എണ്ണം ഉണ്ട്, അത് 3D4-ലോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഡിക്ക് 4 ആയിരിക്കുന്നത് ഇഷ്ടമല്ല. ഡിയിൽ 5 ആയാൽ പകുതിയായി, 10 ആണ് മൊത്തം ഡിയിൽ കൊള്ളുക. ഡിയിൽ 5 ആയി കഴിഞ്ഞാൽ ഡിക്കൊരു സമാധാനമായി. അപ്പോൾ എസ്സിന് എന്താക്കുന്നറിയോ? അതൊന്ന് 1 എടുത്ത് ഡിക്ക് മാറ്റും. അപ്പോൾ എസ്സിൽ 1 ആകും, ഡിയിൽ 5 ആകും. അപ്പം ഇതാണ് 24-ൻ്റെ കോൺഫിഗറേഷൻ. ഇനി 29-ൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ വിചാരിക്കുക എന്താണ്? ആർഗൺ എന്ത് കൊടുക്കണം? 18 കൊടുക്കണം. ബാക്കി 4s2-ൽ അപ്പോൾ 20 ആയി. ബാക്കി ഇനി 9 ഉണ്ട്, 3D9. പക്ഷേ ഈ 9 ആയി നിൽക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല. കാരണം ഒന്നുകൂടി ആയിക്കഴിഞ്ഞാൽ എന്തായി? ഫുള്ളായി. ഡിയിൽ 10 ആളെയാണ് കൊള്ളുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നറിയോ? എസ് എന്നൊന്ന് വാങ്ങിയിട്ട് ഡി അവിടെ 10 ആവും, എസ് 1 ആവും, എസ് 1 ആവും, ഡി എന്താവും? 10 ആവും. അപ്പോൾ ഇതാണ് കോപ്പറിൻ്റെ, ക്രോമിയത്തിൻ്റെ അല്ല, കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ. മുകളിൽ ക്രോമിയത്തിൻ്റെ. അപ്പോൾ 24-ലും 29-ലും ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കോൺഫിഗറേഷനും നിങ്ങൾ സെറ്റായി. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. മനസ്സിലാവാത്തവർ ഡിസ്ലൈക്ക് അടിക്കണം. ആർഗൺ 18, അപ്പോൾ 18 ആയി. 4s2 അപ്പോൾ 20 ആയി. ഇനി എത്ര വേണം? 3D8, 28 അങ്ങനെയാണ് വരിക. അപ്പം നിങ്ങൾ 29 എന്ന് പറഞ്ഞേ. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷേ അതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരിക. ആർഗൺ 18 4s1 3D10. മനസ്സിലായോ? ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഡിക്ക് 10 ആയി നിൽക്കാൻ വേണ്ടിയിട്ട് എസ്സിനെ 1-നെ വലിക്കും. അപ്പോൾ എസ് 1 ആകും. നമ്മൾ വിചാരിക്കുന്നതിന് ചെറിയ മാറ്റം വരും. മനസ്സിലായോ? 5 ആകുന്നതും ഡി 10 ആകുന്നതിലും ആ ഒരു വ്യത്യാസം കാണും. ഓക്കെ, ഇത് മനസ്സിലായോ? മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഓക്കെ, അപ്പം ഇതാണ് ഇതിനകത്ത് കോൺഫിഗറേഷൻ. അപ്പം നിങ്ങൾ അതിനകത്ത് എല്ലാ കോൺഫിഗറേഷനും ഞാൻ എഴുതി തരാം. ഇനി ആർക്കെങ്കിലും അതിനകത്ത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നോക്കിക്കോളൂ. നമ്മൾ 21 സ്കാൻഡിയം, നമ്മൾ സ്കാൻഡിയം തൊട്ട് അങ്ങനെ 21 എന്താണ് അപ്പോൾ വരിക? ആർഗൺ 18 4s2 3D1. സ്കാൻഡിയത്തിൻ്റെ 21 ആണ്. 22 ആകുമ്പോൾ ശക്തി ടൈറ്റാനിയം ആണ്. അപ്പോൾ ആർഗൺ അവിടെ 18 4s2 3D2 വരും. പിന്നെ 23 വനേഡിയമാണ്, ശക്തി വിക്രമൻ. അപ്പോൾ അതിനകത്ത് ആർഗൺ 18 4s2 3D3 എന്ന് വരും. 24 ക്രോമിയമാണ്. പക്ഷെ അതിനകത്ത് ക്രോമിയത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആർഗൺ 18
4s2 3d4 എന്നാണ് വരിക. പക്ഷേ അതിന് പകരം 4s1 3d5 എന്നാണ് വരിക. ഡി 5 ആകാൻ വേണ്ടിയിട്ട് എസിൻ്റെ വലിക്കും. 25 സെയിം തന്നെയാണ്, മാംഗനീസ് ആണ്. ആർഗൺ 18 4s2 3d5. ഇനി 26ൻ്റെ കേസ് അയൺ ആണ്. അയൺ വരുന്നത് ആർഗൺ 18 4s2 3d6. ഇനി 27 കൊബാൾട്ട് ആണ്. അത് വരുന്നത് ആർഗൺ 18 4s2 3d7 27. 28 നിക്കലാണ്. ഫെക്കോ നിക്കൂസൻ എന്നാണ്. നിക്കൂസൻ ലാസ്റ്റ് അങ്ങനെയാണ് വരിക. 29 30. അപ്പോൾ ഇതിൻ്റെ വരുന്നത് ആർഗൺ 18 4s എന്താണ് 4s2 3d8 എന്നാണ് നിക്കലിൻ്റെ വരുന്നത്. കോപ്പറിൻ്റെ അപ്പം എന്താ വരിക? കോപ്പറിൻ്റെ ഞാൻ പറഞ്ഞു 29 മാറ്റം വരും, 4s1 ആകും. എന്നിട്ട് 3d9 ആകേണ്ടത് എന്താവും? 3d10 ആകും. പിന്നെ സിങ്കിൻ്റെത് കറക്റ്റ് തന്നെയാണ്, ആർഗൺ 18 4s2 3d10. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺഫിഗറേഷൻസ് ഉള്ളത്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ യു ക്യാൻ ടേക്ക് സ്ക്രീൻഷോട്ട് ആൻഡ് അതിനകത്ത് എന്ത് ചെയ്യാം. എന്നതിന് ശേഷം നമുക്കിത് ഞാൻ മായ്ക്കുകയാണ്. ഇത് ഓക്കെ അല്ലേ എല്ലാവരും? ആരും ഓക്കെ അല്ലാത്തില്ലല്ലോ? ഓക്കെ, ഞാൻ മായ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായി അയൺ 26 ആണെന്നും ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന്. സോ നമ്മൾ ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്ത് സംഭവിക്കും? അയൺ നമുക്ക് എഴുതി വെക്കാം. അയൺ എന്താണ്? 26 ആണ്. 26. അപ്പം ആർഗൺ എന്താണ്? 18 ആണ്. 4s2 ആണ്. 3d എന്താ വരുന്നത്? 6 ആണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതണം. അപ്പം ആദ്യം നമ്മൾ ഏത് എഴുതുമെന്നറിയോ? ആദ്യം നമ്മൾ ഏത് എഴുതും? ഇത് എഴുതുന്നതിൻ്റെ നേരെ തിരിച്ചാണ് ഇത്. ആർഗൻ്റെ അവിടെ നിന്നോട്ടെ. നമ്മൾക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പം അയണിൻ്റെത് എഴുതുന്നത് ഇങ്ങനെയാണ്. ഡിയിലെ എന്ത് ചെയ്യണം എന്നറിയോ? ഡിക്ക് 5 കള്ളി വരയ്ക്കണം. നമ്മൾ ആദ്യം ഡീൻ്റെതാണ് നോക്കുക, എസിൻ്റെതല്ല. അപ്പോൾ ഡിക്ക് 5 എണ്ണം വരയ്ക്കണം. 1 2 3 4. അപ്പോൾ 5 കള്ളിയായി. 4 വര വരച്ചാൽ 5 കള്ളിയായി. ഇനി 5-ൽ 6 എണ്ണം, ഡിയിൽ എന്ത് വേണം? 6 എണ്ണം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. 1 2 3 4 5. ഇനി 6ാമത്തെ ആൾ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് പെയർ ആക്കിയിട്ട് വേണം ഇവിടെ ഒന്നുകൂടി. അപ്പോൾ ഇവിടെ ഒരാളുകൂടി അധികം വരും. അപ്പം അതിനകത്ത് ഞാനവിടെ വരയ്ക്കും. അതിനകത്ത് ഇത് 2 ആളെ ഇവിടെ കൊള്ളിക്കണം. കാരണം ഓരോന്ന് കൊടുത്തപ്പോൾ 5 ആളെ കൊണ്ടുള്ളൂ. പിന്നെ 6ാമത്തെ ആൾ എന്ത് ചെയ്യണം? പെയർ ആവണം. അപ്പോൾ ഇവിടെ എന്താവും? ഇങ്ങനെ 2 എണ്ണം ആവും. അപ്പോൾ 3d6 ആയി. ഇനി എസ്സിന് കൊടുക്കുക. എസ് ഒറ്റ പെട്ടിയെ വരയ്ക്കാൻ പാടുള്ളൂ. അതിൽ 2 ആളുണ്ട്. 4s2 ആണല്ലോ. അപ്പം ഇത് നമുക്ക് ഡി വന്നു, ഇത് എസ്സും വന്നു. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. ഡീനെ ഫസ്റ്റ് എഴുതണം. ഡിക്ക് 5 പെട്ടി വരയ്ക്കണം. എന്നിട്ട് ആളുകളെ വെക്കണം. ഇവിടെ 6 ആളെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഓരോരുത്തരും ആദ്യം സിംഗിൾ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി 5ഉം കഴിഞ്ഞിട്ട് വരുന്ന 6ാമത് ഒരാളുണ്ടെങ്കിൽ അയാളെ പെയർ ചെയ്യാം. എസ്സിൽ 2 ആളെ പെയർ ചെയ്തിട്ട് ഇതുപോലെ ഇടുക. ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഈ 4s2 3d6 ആണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഡിക്ക് ഇനി എന്ത് വരയ്ക്കണം എന്നറിയോ? ഇവിടെ ഡിക്ക് വേണ്ടി കള്ളി വരയ്ക്കണം. ഡിക്ക് നമ്മൾ പൊതുവെ 5 കള്ളികളാണ് വരയ്ക്കുക. ഡിക്ക് വേണ്ടിയിട്ട് കള്ളി വരയ്ക്കുക. അപ്പോൾ 1 2 3 4 5 എണ്ണമായി കള്ളി. ഇനി 5 കള്ളിയിൽ ഇവിടെ എത്ര ആളുകളാണ് നോക്കുക? 6 ആളുകളാണ്. അപ്പം നമുക്ക് ഓരോ കള്ളിയിലും ആദ്യം ഓരോ ആളുകൾ ഇട്ട് കൊടുക്കാം. 1 2 3 4 5. ഇനി 6 ആളുണ്ട്. അപ്പോൾ ഒരാളെ ഇനി എവിടെ കൊള്ളിക്കും? ഒരാളെ ഇനി ഇവിടെ പെയർ ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഇടണം. അത് മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ബോക്സ് വരയ്ക്കുക. അപ്പോൾ ഡിക്ക് വേണ്ടി നമ്മൾ എന്ത് വരയ്ക്കണം? ഡിക്ക് വേണ്ടി 5 ബോക്സാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ 5 ബോക്സ് വലുതാക്കി വരയ്ക്കുക. 1 2 3 4 1 2 3 4 5. അപ്പോൾ ഇനി അതിനകത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആളുകളെ കൊടുക്കണം. അപ്പോൾ എത്ര ആളുകളാണ് ഡിയിൽ അവിടെ ഉള്ളതെന്ന് നോക്കുക. 6 ആളുകളാണ്. അപ്പോൾ 6 ആളുകളെ നമ്മൾ കൊടുക്കുക. അപ്പം ഫസ്റ്റ് ഒരാളെ കൊടുത്തു. പിന്നെ ഓരോന്നിലും 1 ആണ് ആദ്യം കൊടുക്കേണ്ടത്. 2 3 4 5 ആളായി. പക്ഷെ 6 ആളുണ്ട്. അപ്പോൾ ഇനി അയാളെ പെയർ ആക്കണം. ഇനി 7 ആളുണ്ടെങ്കിൽ ഇവിടെയും പെയർ ചെയ്യണം. 8 ആളുണ്ടെങ്കിൽ ഇവിടെയും പെയർ ചെയ്യണം. 9 ഉണ്ടെങ്കിൽ ഇവിടെയും പെയർ ചെയ്യും. 10 ആളുണ്ടെങ്കിൽ ഇവിടെയും പെയർ ചെയ്യും. അങ്ങനെയാണ് വരിക. ഇനി നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എസ്സിൻ്റെ കൊടുക്കുക. എസ്സിന് ഒറ്റ പെട്ടി വരച്ചാൽ മതി. അതിലെത്ര ആളുണ്ട്? 2 ആളുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെയാണ് വരിക.
അപ്പോൾ ഇതാണ് അതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചാർജ് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പൊക്കെ പേരിടുമ്പോൾ നമ്മൾ ചാർജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ചാർജ് 0ആണ്. പിന്നെ പുറത്തൊരു 3+ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിൽ 3+ ആണ് വരേണ്ടത്. അപ്പം ഇരുമ്പിന് അവിടെ 3+ ആണ്. അപ്പം അതങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അവിടെ ചാർജ് എന്താണ്? പുറത്തൊരു 3+ ഉണ്ട്. അപ്പോൾ വെള്ളത്തിന്, അതായത് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ചാർജ് എന്താണ്? 3+ ആണ്. വെള്ളത്തിന് ചാർജ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ 3+ ആരുടേതാണ്? അത് ഇരുമ്പിൻ്റെ ചാർജാണ്. നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക ഈ പോയിന്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്ത്? ആ ഫസ്റ്റത്തതിൻ്റെ ചാർജ് എന്താണ്? 3+ ആണ് എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് അതിനകത്ത് മനസ്സിലാക്കി അതിനകത്ത് കണ്ണുകൊണ്ട് നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പുറത്ത് അതിൻ്റെ ചാർജ് തന്നിട്ടുണ്ട്, അത് 3+ ആണ്. അപ്പോൾ അകത്തെ ചാർജ് നോക്കുക. അകത്തെ ചാർജ് കൂട്ടിയതാണ് ഈ 3+. അകത്തെ ചാർജ് വെള്ളത്തിന് നമുക്കറിയാം ചാർജ് ഇല്ല. അങ്ങനെയെങ്കിൽ 3+ പിന്നെ ആരുടേതാണ്? ഇത് മൊത്തത്തിലുള്ള ചാർജാണ് 3+. ഈ ഉള്ളിലുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള ചാർജാണ് പുറത്തിട്ടിരിക്കുന്നത്. വെള്ളത്തിന് ചാർജ് ഇല്ല. അപ്പം പിന്നെ ഈ 3+ ആരുടേതാണ്? അത് ഇരുമ്പിൻ്റെതാണ്. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം, ചോദിക്കാം. കാരണം നിങ്ങൾ ആരാണെന്നോ എവിടെയാണെന്നോ ആർക്കും അറിയില്ല. അപ്പം നമുക്ക് ഇരുമ്പിൻ്റെ ചാർജ് മനസ്സിലായില്ലേ? 3+ ആണെന്ന്. ഇരുമ്പിൻ്റെ ചാർജ് 3+ ആണെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ഇനി ഇവിടെ Fe3+ എന്നിട്ട് കൊടുത്തിട്ട് കള്ളിയിടണം. അപ്പം 3 കളയണം. 3+ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കളയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പം ആദ്യം ആരെ കളയണം? എന്ന് കളയണം. എന്നിട്ട് ഇവിടെ എന്ത് വരക്കണം എന്നറിയാം? ഈ എസ് കഴിഞ്ഞാൽ ഇവിടെ ഒഴിവാക്കിയിട്ട് ഒരു 3 കള്ളി P എന്ന് പറഞ്ഞിട്ട് വരക്കണം കേട്ടോ. ഇത് 4P ആണ്. അത് നമ്മൾ വെറുതെ ആദ്യം വരച്ചിടണം. 4Pക്ക് ഒരു 3 കള്ളി എല്ലായിടത്തും വരച്ചിടാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് 3 Fe3+ ആണ്. ഇരുമ്പിൻ്റെ ചാർജ് എന്താണ്? 3+ ആണ്. അപ്പം 3 കളയണം. അപ്പം ആദ്യം എസ് എന്ന് കളഞ്ഞു, പിന്നെ അവസാനം വന്ന ഇയാളെയും കളഞ്ഞു. അപ്പം എങ്ങനെയാണ് ഇരിക്കുക? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തത് ഇങ്ങനെയാണ് ഇരിക്കുക: 1, 2, 3, 4, 5. അതായത് 3 Fe3+ ആണ്. 3+ എന്ന് പറഞ്ഞാൽ 3 ആളുകൾ അവിടുന്ന് പോയി എന്നാണ്. ആരാണ് ആദ്യം പോവുക? എസ്സിലുള്ള 2 ആളാണ് ആദ്യം പോവുക. എസ്സിലുള്ള 2 ആൾ പോയി, അവിടെ എഴുതിയിട്ടില്ല അയാളെ അടുത്ത സ്റ്റെപ്പിൽ. പിന്നെ അവസാനം വരുന്ന ആൾ പോവും. അവസാനം വരുന്നത് ഈ പെയർ ചെയ്യാൻ വന്ന ഇയാളായിരുന്നു. ഇവിടെ അയാളും പോയിട്ടുണ്ട്. അപ്പോൾ Fe3+ എന്ന് പറഞ്ഞാൽ 3 ആളുകളെ കളഞ്ഞിട്ട് വേണം ബോക്സ് വരച്ചെഴുതാൻ. പിന്നെ 4P അവിടെ എപ്പോഴും 3 കള്ളി അവിടെ കിടക്കണം. ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇനി അതിനകത്ത് നിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. അപ്പം ആദ്യം നമ്മൾ 6 ആളുകൾ, ഇതിനകത്ത് എസ്സിൽ 2 ആളും ഡിയിൽ 6 ആളും ഉണ്ടായിരുന്നു. അപ്പം Fe3+ ആണ്. പിന്നെ 3+ എന്ന് പറഞ്ഞാൽ 3 ആൾ കളയണം. 3 ആളെ കളയണം. 3 ആളെ എവിടെ നിന്ന് കളയും? എസ്സിന്ന് 2 ആളെ കളഞ്ഞു. പിന്നെ അവസാനം കയറി വന്ന ആൾ ഡിയിലെ ആ പെയർ ചെയ്യാൻ വന്ന ഇയാളെ കളയണം. ഇവിടെ നിൽക്കുന്ന ഈ പെയർ ചെയ്ത ആളെ, അയാളെയും കളഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നിൽക്കുക. 3 പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. Fe3+ൻ്റെ അവസ്ഥ ഇതാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ നോക്കണം. അടുത്ത സ്റ്റെപ്പിൽ എഴുതി വെക്കുക. നമുക്ക് തന്ന സാധനം എന്താണ്? FeH2O6 ആണ്. അതിന്ന് മനസ്സിലാക്കാം H2O എന്താണ്? പാവമാണ്. H2O വീക്കാണ്. H2Oനെ കണ്ടാൽ ആരും പേടിച്ച് ഓടില്ല, പേടിക്കില്ല. അവർ നിന്നെടുത്ത് തന്നെ നിൽക്കും. അപ്പം എന്ത് വരും എന്നറിയോ? ഇവരൊന്നും പെയർ ചെയ്യൂല. ഇവരൊക്കെ ഇതേപോലെ തന്നെ നിൽക്കും. 1 ഇവിടെ തന്നെ നിൽക്കും. 1, 2 അവരതേപോലെ തന്നെ നിൽക്കും. H2O വന്നാലും വലിയ മാറ്റമൊന്നുമില്ല. 1, 2, 3, 4 പിന്നെ മറ്റേ ആൾ ഒരേപോലെ കള്ളി വരയ്ക്കാം കേട്ടോ. ഇനി എന്ത് സംഭവിക്കും? ഇനി 6 വെള്ളം കൊടുക്കണം. നമുക്ക് 6 വെള്ളം കൊടുക്കണം. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുമ്പിലോട്ട് നമുക്ക് എന്ത് ചേർക്കണം? 6 വെള്ളം ഇനി കൊടുക്കണം. ഇരുമ്പിൻ്റെ കൂടെ 6 വെള്ളം വരുന്നുണ്ട്. ഇപ്പം ഇത് ഇരുമ്പാണ്. ഇരുമ്പിന് 3 പോയി. ഇത് ഇരുമ്പാണ്. ഇരുമ്പിലേക്ക് 6 വെള്ളം എവിടെ വരും? ഇവിടെ സ്ഥലം നോക്കുമ്പോൾ എത്ര സ്ഥലമുണ്ട്? 1, 2, 3,
4 ബോക്സാണ് കിടക്കുന്നത്, 6 ആൾ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇനി ഇവിടെ ഒരു ഡിയും കൂടി കൊടുക്കണം. വീണ്ടും എന്ത് ചെയ്യുക, ഒരു 5 ഡി കൊടുക്കുക. അപ്പം 4P കഴിഞ്ഞാൽ പിന്നെ 4D വരും. അപ്പം ഇവിടെ 1 ഇവിടെ സ്പേസ് ആണ്, സ്പേസ് കൊടുത്തു. അപ്പോൾ ഇനി എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 H2O ഈ സ്പേസിലോട്ട് വരിക. 1 H2O വന്ന്, പിന്നെ ഇവിടെ 3 സ്പേസ് ഉണ്ടായിരുന്നു, ഇവിടേക്ക് H2O വരും, ഇവിടേക്ക് H2O വരും, ഇവിടേക്ക് H2O വരും. അപ്പം 4 H2O വന്നു. ഇനി ഡിക്ക് വേണ്ടി നമ്മൾ H2O 6 ഉണ്ടല്ലോ, 6 H2O കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ഇവിടെ 2 ഉണ്ട്, ഇതിലേക്ക് H2O വരും, ഇതിലേക്ക് H2O വരും. അപ്പം ഇത്ര എണ്ണത്തിലേക്ക് H2O വരും. ഇതാ. അപ്പം ഇങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. H2Oനെ ബാക്കി അറകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി 4D എന്ന് പറയുന്ന ഒരു അറ കൂടി നമ്മൾ ഉണ്ടാക്കി, ഡിയുടെ 5 എണ്ണം കൂടി. കാരണം H2Oക്ക് 6 എണ്ണം വേണ്ട, സ്ഥലമില്ല. കാലിയായ ബോക്സിലോട്ടാണ് H2O വരിക. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആണോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട്. എനിവേ നിങ്ങൾ ഇതിനകത്ത് പറയൂ, H2Oന് ഇട്ട് കൊടുക്കേണ്ട രീതി മനസ്സിലായോ? ബാക്കിയുള്ള ബോക്സിലോട്ട് H2O ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള ബോക്സ് ഇവിടെ കാലിയാക്കി നിർത്തിയിരുന്നു. ബോക്സ് ഇവിടെ കാലിയാക്കിയ ബോക്സ് നോക്കുമ്പോൾ 4 സ്പേസേ ഉള്ളൂ, പക്ഷേ നമുക്ക് 6 H2O ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിയും കൂടി നമ്മൾ 5 എണ്ണം ഉണ്ടാക്കി. മനസ്സിലായോ? ഇരുമ്പിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇരുമ്പിന് 26 എണ്ണം കൊടുത്തിരുന്നു. 26 എണ്ണത്തിൽ 3 എണ്ണം നമ്മൾ കളഞ്ഞിരുന്നു. 3 എണ്ണം കളഞ്ഞപ്പം നമുക്ക് ഇങ്ങനെയാണ് വന്നത്: 1, 2, 3, 4, 5. പിന്നെ ഇവിടുത്തെ ബോക്സ് കാലിയായിരുന്നു. ഇവിടെ ഒരു 4Pയും നമുക്ക് 3 എണ്ണം കാലിയായിരുന്നു. ഇതായിരുന്നു ഇരുമ്പിൻ്റെ 3 എണ്ണം കളഞ്ഞിട്ടുള്ള അവസ്ഥ. അതിലോട്ട് ഇനി ആര് വരുന്നു? 3 എണ്ണം കളഞ്ഞിട്ടുള്ള ഇരുമ്പിലോട്ട് H2O വരികയാണ്. H2O 6 എണ്ണം ഉണ്ട് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ 6 H2Oക്ക് നിങ്ങൾ നോക്കൂ എത്ര കള്ളിയാ. ഇവിടെ ഒഴിഞ്ഞ ബോക്സിലോട്ട് H2O വരുള്ളൂ. അപ്പോൾ 1, 2, 3, 4 ബോക്സുകളെ ഇവിടെ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് 6 H2Oനെ കൊള്ളിക്കണമെങ്കിൽ ഇനി ഇവിടെ ഡി കൂടി 5 എണ്ണം ഇവിടെ വരച്ച് വെക്കണം. ഡി എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടെ 6 ബോക്സായി, ഇതിലേക്ക് H2O വരും, ബാക്കി കാലിയായി കിടന്നോളൂ. അപ്പോൾ ഇതാണ് അതിനകത്ത് H2Oന്. ഇനി എല്ലായിടത്തും നിങ്ങൾ എന്ത് ചെയ്യുക, H2Oന് ചേർക്കുക. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ തന്നെ 1, 2, 3, 4. ഇവിടെ നിങ്ങൾ H2Oന് എല്ലായിടത്തും എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഇതുപോലെ H2Oനെ കാലിയായ ബോക്സിലോട്ട് H2O എഴുതി വെക്കുക. H2O വരും, ഇതിൽ 3ലും H2O വരും. H2O, ഇവിടെയും H2O, ഇവിടെയും H2O. അപ്പോൾ 4 H2O ആയി. ഇനിയും വേണം 6 H2Oക്ക് വേണം സ്ഥലം. അപ്പോൾ ഇതിൽ 2 എണ്ണം വരും, ബാക്കി അത് 3 എണ്ണം കാലിയാവും. 1, 2, 3 കാലിയാവും. ഇവിടേക്ക് H2O വരും, ഇവിടേക്കും H2O വരും. അപ്പോൾ ഇത്രയും സ്ഥലത്തോട്ട് H2Oനെ നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്താക്കി കൊടുത്തു. ഇപ്പം ശരിയായി, എല്ലാം സെറ്റായി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പം ഇതിൽ എത്ര പേര്, 5 ആളുകൾ കാലിയായി നിൽക്കുന്നുണ്ട്. 5 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാലിയായി നിൽക്കുന്നുണ്ട്. 5 ആളുകൾ കാലിയായി നിൽക്കുന്നുണ്ട്. 5 ആളുകൾ ഇവിടെ കാലിയായി നിൽക്കുന്നുണ്ട്. 1, 2, 3, 4, 5. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് സ്വഭാവം വന്നത്. ഇങ്ങനെ 5 ആളുകൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കാന്തിക സ്വഭാവം കാണിക്കും. സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എഴുതി വെക്കൂ. ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് എഴുതി വെക്കൂ: FeH2O6 3+. എന്നിട്ട് അയേണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ, അയേൺ എത്രയാണ്, 20 എത്രയാണ്, 6 ആണ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക. ആർഗൺ എത്രയാണ്, 18 ആണ്. ബാക്കി 4s2 ആണ്. ബാക്കി 3D 6 ആണ്. ഇനി കള്ളി വരച്ചു കൊടുക്കുക. 26ൻ്റെ കള്ളി. 26ന് എങ്ങനെയാണ് കള്ളി വരയ്ക്കുക? ആദ്യം ഡിക്ക് കള്ളി വരയ്ക്കണം. ഡിക്ക് 5 കള്ളി. 1, 2, 3, 4. ഇനി എസിൻ്റെ കള്ളി വരയ്ക്കണം. പിന്നെ പിക്ക് വേണ്ടി ഒരു കള്ളി വരയ്ക്കണം, പിക്ക് വേണ്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഡി നിങ്ങൾ വരച്ചിട്ടുള്ളൂ. ഇവിടെ ഡിക്ക് വേണ്ടി നമ്മൾ എത്ര കള്ളി വരയ്ക്കുക? 5 കള്ളി വരയ്ക്കാം. അപ്പോൾ ഇത് 3D ആണ്, ഇത് 4s ആണ്, ഇത് 4p ആണ്, ഇത് 4D ആണ്. അങ്ങനെ കള്ളി വരച്ചിടാം. ഇനി നമുക്ക് ഇരുമ്പിന് എന്ത് ചെയ്യുക? 3 എണ്ണം കളയണം. കാരണം ഇരുമ്പിൻ്റെ ചാർജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചാർജ് എന്താണ്? ഇരുമ്പിൻ്റെ ചാർജ് നമുക്കറിയാം. ഇവിടെ FeH2O6 ആണ്. ഇരുമ്പ് പുറത്ത് മൊത്തത്തിൽ 3+ ആണ്.
വെള്ളത്തിന് 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ ചാർജ് 3+ ആരുടെ ചാർജാണ്? അത് ഇരുമ്പിൻ്റെ ചാർജാണ്. അപ്പോൾ ഇരുമ്പിന് പൊതുവെ Fe3+ ആണ്. അപ്പം 3 കളയണം. അടുത്തത് ഇതിലേക്ക് ആളിട്ട് കൊടുക്കണമല്ലോ. ഇതിലേക്ക് 1 2 3 4 5 ഇവിടേക്ക് എസ്സിലേക്ക് കൊടുക്കണം. എസ്സിലേക്ക് 2 ആളും, പിന്നെ ബാക്കി 5 ആൾ ഇതിൽ കൊടുത്തു. 5 ആൾ 1 6 ആൾ. ഇനി അതിൽ നിന്ന് 3 ആളെ കളയണം. 3 ആളെ കളഞ്ഞിട്ടുള്ള ചിത്രമാണ് അടുത്തത് വരയ്ക്കേണ്ടത്. 3 ആളെ കളഞ്ഞു കഴിഞ്ഞാൽ എസ് ഒക്കെ ബാക്കി എസ് എന്ന് പോകും, ആളുകൾ എസ് എന്ന് പോകും. അപ്പോൾ അടുത്ത ബോക്സ് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. എസ് എന്നും പോകും, അവസാനം പെയർ ചെയ്യാൻ വന്ന അയാളും പോകും. അപ്പോൾ ഇങ്ങനെയാവും 1 2 3 4 5. Fe3+ ഇങ്ങനെയായി. ഇനി അതിൻ്റെ കൂടെ 6 H2O ചേർത്ത് കൊടുക്കുക. 6 H2O. അപ്പോൾ നിങ്ങൾ കാലിയായ ബോക്സിലേക്കൊക്കെ H2O ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. 1 H2O അതിനകത്ത് പാവമാണ്, അതുകൊണ്ട് ഇവരൊന്നും പെയർ ആവില്ല. ഇവരിങ്ങനെ തന്നെ നിൽക്കും, ഇവരിതുപോലെ നിൽക്കും. H2O കണ്ടാൽ ആരും പേടിക്കില്ല. അപ്പോൾ H2O പിന്നെ ബാക്കിയുള്ള സ്പേസിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടേക്കൊരു H2O വരും. പിന്നെ ഇവിടെ 3 ഉണ്ടായിരുന്നു, അതിലേക്കൊക്കെ H2O വരും. H2O H2O H2O. പിന്നെ ബാക്കി അപ്പോൾ 4 H2O ആയിട്ടുള്ളൂ. നമുക്ക് അവിടെ എത്ര H2O വേണം? 1 2 3 4 5. എവിടേക്കൊരു H2O വരും, ഇവിടേക്കൊരു H2O വരും, ഇവിടേക്കൊരു H2O വരും. അല്ല, അവിടേക്ക് വേണ്ട 2 മതിയല്ലോ, 6 ആയല്ലോ. 6 ആയി. 6 H2O മതി. 1 2 3 4 5 6. അതെ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? ഒറ്റയ്ക്ക് നിൽക്കുന്നവരുണ്ട് 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അത് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്. 5 ഇവിടെ കണ്ടോ, 5 ആളുകൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. 5 അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക്. അപ്പോൾ ഇത് എഴുതി വെക്കൂ, ഇത് അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാക്കി അങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇത് മനസ്സിലാകുള്ളൂ. ദിസ് ഈസ് കുറച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ്. കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ അതിനകത്ത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ചാപ്റ്റർ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻ ദ സെൻസ് ഇതിനകത്ത് ചില ഭാഗങ്ങൾ ഈസിയാണ്, പകുതി ഈസിയാണ്, പകുതി ഒന്ന് ബുദ്ധിമുട്ടാണ്. കോർഡിനേഷൻ കെമിസ്ട്രി ഒരു മിക്സഡ് ചാപ്റ്ററാണ്. അതിനകത്ത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എഴുതി കഴിഞ്ഞല്ലോ. ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ ഞാൻ അതിനകത്ത് അത് മായ്ക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യുക? ഇവിടെ 5 ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അത് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത FeCN ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എഴുതിയെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു. നിങ്ങളതിനകത്ത് കുറച്ച് ഫാസ്റ്റ് ആവണം. ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ട് വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനകത്ത് ഇത് മായ്ക്കുകയാണ്. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ്. ഇനി വരുന്നത് എന്താണ്? FeCN6 ആണ് അടുത്ത കോമ്പൗണ്ട്. FeCN6. അതിൻ്റെ പുറത്തെ ചാർജ് എത്രയാണെന്നറിയോ? 3- ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ പറ്റും. ഇരുമ്പ് എന്താണ്? 26 ആണ്. സോ നമുക്ക് ഇരുമ്പിന് 26 കൊടുക്കാം. ഇരുമ്പിന് 26. 26ൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ആർഗൺ 18, 4s2 20 ബാക്കി 3d 26 അല്ലേ, ബാക്കി 3d6. ഇനി നമുക്ക് അതിനെ കള്ളി വരച്ച് കൊടുക്കാം. അയൺ 26ൻ്റെ എന്ത് ചെയ്യാം? കള്ളി വരയ്ക്കാം. അയൺ 26 അതിനകത്ത് എങ്ങനെ കള്ളി വരയ്ക്കാം? ഇരുമ്പിൻ്റെ ഇതിനകത്ത് ഒരു മിനിറ്റ്. ഇരുമ്പിൻ്റെ കള്ളി നമുക്ക് വരയ്ക്കുമ്പോൾ ഇരുമ്പിൻ്റെ കള്ളി ബോക്സ് ഇട്ട് കൊടുക്കാം. ബോക്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഡിക്ക് 5 ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 2 3 4 5. അപ്പോൾ ഇവിടെ ഓക്കെ. പിന്നെ എസിൻ്റെ ബോക്സ് പിന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ പിയുടെ ബോക്സ് നമ്മൾ 3 അവിടെ കാലിയാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എസ്സിൽ എന്തുണ്ട് ഇവിടെ? ഇനി ഡീൻ്റെ ആളുകൾ ചേർക്കാം. ഡിക്ക് എത്രയുണ്ട്? ഡിക്ക് 6 ആളുണ്ട്. അപ്പോൾ 1 2 3 4 5 ഒരാളുകൂടി ഉണ്ട്. അപ്പോൾ പെയർ ചെയ്യണം ഇവിടെ. അപ്പോൾ അവിടെ അതിലങ്ങനെ വരും, അതായത് ഇങ്ങനെ വരും. ഓക്കെ,
അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എസ്സിൽ 2 ഉണ്ടല്ലോ. എസ്സിൽ എന്തുണ്ട്? 3D6, ഡിയിൽ 6 കൊടുത്തു. ഇനി എസ്സിൽ 2 ഉണ്ട്. അപ്പോൾ എസ്സിൽ 2 നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. എസ്സിൽ 2 ഇങ്ങനെയാണ് എഴുതുന്നത്. എസ്സിൽ 2 ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി നമുക്ക് എന്തുണ്ട്? ഡി അവിടെ നിന്നുണ്ട്. ഇനി 3F. ഇനി ഇതിൻ്റെ ചാർജ് നോക്കണം. അയോണിൻ്റെ ചാർജ് എന്താണെന്നറിയോ? സയനൈഡിൻ്റെ ചാർജ് എന്താണെന്നറിയോ? -1. അങ്ങനെയെങ്കിൽ 6 ചാർജ് ഉണ്ട്. 6 -6 ഉണ്ട്. 6 -6 ഉണ്ട്. അപ്പം -6 ആണ് അവിടെ സയനൈഡിൻ്റെ ചാർജ് വരിക. 6 സയനൈഡ് ഉണ്ട്. അപ്പോൾ ഒരു സയനൈഡിൻ്റെ -1 ആണ്. അങ്ങനെയെങ്കിൽ 6 സയനൈഡിൻ്റെ എന്താ വരിക? -6 ആണ് വരിക. ഇത് -6 വന്നു. പുറത്ത് എന്ത് വരണം? -3 വരണം. അപ്പം അയണിൻ്റെ എന്താണ്? അപ്പം ഇത് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഇവിടെ രണ്ടിലും അയൺ എന്തുതന്നെയാണ്? 3+ തന്നെയാണ്. അപ്പം ഇവിടെയും നിങ്ങൾ എന്തുതന്നെ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇനി അതിനകത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ഇരുമ്പിൻ്റെ ചാർജ് വെള്ളത്തിലും സയനൈഡിലും ഇവിടെ എന്തുതന്നെയാണ്? സയനൈഡ് 6 വരുന്ന കേസിൽ കേട്ടോ. FeCN6 3- ഇരുമ്പിൻ്റെ ചാർജ് എന്തുതന്നെയാണ്? 3+ തന്നെയാണ്. അപ്പം നമുക്ക് ഇരുമ്പിൽ നിന്ന് 3 കളയണം. അപ്പോൾ ഇരുമ്പിൻ്റെ ചാർജ് 2 കേസിലും വെള്ളം വന്നാലും 6 വെള്ളം വന്നാലും 6 സയനൈഡ് വന്നാലും ഇരുമ്പിൻ്റെ ചാർജ് എന്താണ്? 3+ ആണ്. അപ്പോൾ നമുക്ക് 3 ഒഴിവാക്കണം. 3 ആരെയാണ് ഒഴിവാക്കുക? ഫസ്റ്റ് എസ്സത്ത് നിന്ന് ഒഴിവാക്കി. പിന്നെ ആരെ ഒഴിവാക്കണം? ഡിയിൽ അവസാനം വന്ന് കയറിയ പെയർ ചെയ്യാൻ വന്ന അയാളുണ്ടല്ലോ, അയാളെയും തട്ടണം. അപ്പോൾ 3 ഒഴിവായി. അപ്പോൾ ബാക്കി ഇങ്ങനെ തന്നെയാണ് നിൽക്കുക. അപ്പം അതിനകത്ത് ഇങ്ങനെ തന്നെയാണ് ഇതിനകത്ത് ബാക്കി. നമുക്ക് ഇവിടെ മറ്റേ ഡി വരയ്ക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ വെറുതെ വരച്ചോളൂ, അതിനകത്ത് ആവശ്യമൊന്നുമില്ല. ഡി വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇവിടെ 5 വരയ്ക്കാം. 1, 2, 3, 4, 5 ഇവിടെ വേണമെങ്കിൽ ഡി വെറുതെ വരച്ചിടാം. അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം ഞാൻ പറയാം. ഇനി സയനൈഡാണ് വരുന്നത്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാണ്? സയനൈഡ് 6 വരണം. സയനൈഡ് വരുമ്പോൾ വെള്ളം വരുന്ന പോലെയല്ല. സയനൈഡിന് എല്ലാവർക്കും പേടിയാണ്. സയനൈഡ് സ്ട്രോങ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? സയനൈഡിന് എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ സയനൈഡ് വന്നു എന്നറിഞ്ഞാൽ ഈ ഒറ്റക്ക് നിൽക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ പെയറാവും. അതാണ് വെള്ളം വരുമ്പോഴും സയനൈഡ് വരുമ്പോഴുള്ള വ്യത്യാസം. സയനൈഡ് വന്നാൽ ഇവിടെ ആരൊക്കെ ഒറ്റക്ക് നിൽക്കുന്നുണ്ട് അവരൊക്കെ പെയറാകാൻ ആളുണ്ടെങ്കിൽ പെയറാവും. അപ്പോൾ ഇവിടെ ഇയാളും പെയറാവും. പിന്നെ മറ്റേ ആൾക്ക് ആരുമില്ല, അപ്പോൾ ഒറ്റക്ക് നിൽക്കും. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് എന്ത് ചെയ്യും? പെയറാവും. അപ്പോൾ കണ്ടോ, പിന്നെ ഒരാൾ ഒറ്റക്കാവും. അപ്പോൾ 2 ബോക്സ് കാലിയും ആവും. ഇനി കാലി ബോക്സിലോട്ടൊക്കെ ആര് വരും? സയനൈഡ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ 6 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഈ ഡി ഇവിടെ ആവശ്യമില്ല. കാരണം ഇവിടെ പെയറായി. സയനൈഡിനെ പേടിച്ചു ഇവരെല്ലാം മാറി. കണ്ടോ, പെയറായി. അപ്പോൾ 2 കോളം ബാക്കിയായി. ഇങ്ങോട്ട് സയനൈഡ് വന്നു, ഇങ്ങോട്ട് സയനൈഡ് വന്നു, ഇങ്ങോട്ട് സയനൈഡ് വരും, ഇങ്ങോട്ട് സയനൈഡ് വരും, ഇങ്ങോട്ട് സയനൈഡ് വരും, ഇങ്ങോട്ട് സയനൈഡ് വരും. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 കറക്റ്റായി. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സയനൈഡിൻ്റെ കേസിൽ ആരും എന്തില്ല, ഒരാളെ ഒറ്റക്കുള്ളൂ. അതുകൊണ്ട് ഇത് വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. നേരത്തെ 5 ആൾ ഒറ്റക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആയിരുന്നു. സയനൈഡ് വന്നപ്പോൾ ഇരുമ്പിൻ്റെ ആളുകളൊക്കെ എന്താ ഈ പെയറായി. സയനൈഡിനെ പേടിച്ച് അവർ മാറി നിന്നു. അപ്പോൾ സയനൈഡ് അവിടെ അതിലോട്ട് വന്നു. ഇത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. എവിടെയാണ് മനസ്സിലാവാത്തതെന്ന് ചോദിക്കൂ. സയനൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. സയനൈഡിനെ പേടിച്ചിട്ട് സയനൈഡ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആരെങ്കിലും അവിടെ പെയറാക്കാനുണ്ടെങ്കിൽ അവർ പെയറായി നിൽക്കും. അവർ വെള്ളം വരുന്ന പോലെ ഒറ്റക്ക്, വെള്ളം വന്നപ്പോൾ ആരും മാറിക്കൊടുത്തില്ല വെള്ളത്തിന്. അതുകൊണ്ട് വെള്ളം എന്താ ചെയ്തത്? വെള്ളം ഇവിടെയും പിന്നെ ഇവിടെയാ കയറിയത്. പക്ഷെ സയനൈഡ് നിന്നപ്പോൾ സയനൈഡ് സ്ട്രോങ് ആണ്, എല്ലാവർക്കും പേടിയാണ്. ഒറ്റക്ക് നിൽക്കുന്നവരൊക്കെ മാറിക്കൊടുത്തു. കണ്ടോ, അപ്പോൾ ഇവിടെ തന്നെ 2 റൂം കാലി കിട്ടി. അപ്പോൾ അതിലോട്ട് സയനൈഡ് കയറി. അപ്പം അവിടെ ഒരാളെ ഒറ്റക്കായുള്ളൂ. അതുകൊണ്ട് അത് വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇതുകൂടി എഴുതി വെക്കൂ. ഇതാണ് വാലൻസ് ബോണ്ട് തിയറി. ഇങ്ങനെയാണ് ഇത് പറയേണ്ടത്. ഇനിയും ഒരുപാട് കോമ്പൗണ്ടുകൾ ഈ തിയറി വെച്ച് പറയാനുണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ 3- ആണ്. അത് സയനൈഡിൻ്റെത് എന്താണ്? -1 ആണ്. അപ്പോൾ 6 സയനൈഡ് ഉണ്ട്. അപ്പോൾ -6 ആണ് വരിക. സയനൈഡിന് -6 ആണ്, പക്ഷെ പുറത്ത് -3 ആണ്. അങ്ങനെയെങ്കിൽ ഇരുമ്പിന് എന്ത് വരണം? പുറത്ത് -3 വരണം. പക്ഷെ സയനൈഡ് ആണെങ്കിൽ -6 ആണ്. അപ്പോൾ ഇരുമ്പിന് +3 വന്നാലേ അത് നടക്കുള്ളൂ. +3ഉം -6ഉം കൂടി കൂട്ടിയാൽ അതിൻ്റെ ആൻസർ -3 ആണ്. അതുകൊണ്ടാണ് പുറത്ത് -3 വന്നത്. അത് നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ അതിലോട്ട് വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയി പോകണ്ട.
ഇരുമ്പിൻ്റെ കൂടെ വെള്ളം വന്നാലും അത് 3+ തന്നെയാണ്. ഇരുമ്പിൻ്റെ കൂടെ സയനൈഡ് വന്നാലും ഇരുമ്പിൻ്റെ ചാർജ് 3+ തന്നെയാണ്. സയനൈഡിൻ്റെ -6 ആണ്. അങ്ങനെ കൂട്ടി വരുമ്പോൾ പുറത്ത് -3 വരുന്നതാണ്. അല്ലാണ്ട് ഇരുമ്പിൻ്റെ രണ്ട് കേസിലും 3+ തന്നെയാണ്. അതങ്ങനെ ഓർത്താൽ മതി. ഇരുമ്പ് രണ്ട് കേസിലും ചാർജ് 3+ ആണ്. അപ്പം അതിനകത്ത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുവാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഇതേ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പം സയനൈഡിന് വേണ്ടിയിട്ട് സയനൈഡ് എപ്പോഴും ഉള്ളിലോട്ടാണ് വന്ന് നിൽക്കുക. അപ്പോൾ സയനൈഡിന് ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നവരൊക്കെ ചാടിയിട്ട് പെയറായി കൊടുക്കും. സയനൈഡിന് അവിടെ സ്ഥലം ബാക്കിയാക്കി കൊടുക്കും. പക്ഷെ വെള്ളം വന്നാൽ അങ്ങനെ ബാക്കിയാക്കി കൊടുക്കില്ല. അതുകൊണ്ട് വെള്ളം പുറത്തേക്കാണ് പോയത്. വെള്ളം ബാക്കിയുള്ള ഈ കട്ടിലൊക്കെ വെള്ളം നിന്നത്, ഈ റൂമിലൊക്കെ വെള്ളം നിന്നത്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഇതെല്ലാം സയനൈഡ് ആട്ടോ. സൂം ചെയ്ത് നോക്കിയാൽ മതി. സയനൈഡാന്ന് മനസ്സിലാവും. ചെയ്യാൻ വട്ടട്ടൊക്കെ സയനൈഡ് ആട്ടോ. താഴെ ഇത് സയനൈഡാണ്, ഇത് സയനൈഡാണ്, ഇത് സയനൈഡാണ്, ഇത് സയനൈഡാണ്, ഇത് എല്ലാം സയനൈഡ് ആട്ടോ. അപ്പം ഇത് ഇത്രയും പറഞ്ഞ കാര്യം വളരെ സിമ്പിളാക്കി പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്? ഇരുമ്പിന്ന് രണ്ട് കേസിലും ഇരുമ്പിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? ഇരുമ്പിൻ്റെ കേസ് വരയ്ക്കാൻ ഇങ്ങനെയാണ്. ആദ്യം എന്താണ്? FeH2O6. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇരുമ്പിന് എപ്പോഴും ഡിയിലേട്ട് എന്ത് വരും? ഫസ്റ്റ് ഡി വരയ്ക്കണം. എഴുതുമ്പം ഇങ്ങനെയാണ് 4s2 3d6 എന്നാണ് ഇരുമ്പിൻ്റെത് വരിക. 26 അല്ലേ? അപ്പോൾ ആർഗൺ 18, 20, 26. ഇനി വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വരയ്ക്കണം? ഡീനെ ആദ്യം വരയ്ക്കണം, പിന്നെ എസ്സിനെ വരയ്ക്കണം, പിന്നെ പിയുടെ 3 ബോക്സ് വരയ്ക്കണം. എന്നിട്ട് 3 കളയണം. അപ്പം നമ്മൾ ആദ്യം ഇത് 2 വരച്ചു. പിന്നെ ഇതിൽ എസ്സിൽ 1, 2, 3, 4, 5. ഇനി 6ാമത്തേത് ഇവിടെയും വരച്ചു. ഇനി അടുത്ത ബോക്സ് വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ കളയും. 3 കളയും. 3 കളഞ്ഞിട്ട് വരയ്ക്കുക. അപ്പോൾ എന്ത് വരയ്ക്കും? അപ്പോൾ ഇങ്ങനെ വരും. 3 കളഞ്ഞാൽ 1, 2, 3, 4, 5 ഇങ്ങനെയാണ് വരിക. 3 പോയാൽ ഇവിടുന്ന് 2 പോയി. പിന്നെ ഈ ലാസ്റ്റ് വന്ന ഇയാളും പോയി. അപ്പോൾ ബാക്കി അതായത് ആ ലാസ്റ്റ് വന്ന അവർ പോയി. അപ്പോൾ 3 കളഞ്ഞാൽ അങ്ങനെയാണ് വരിക. 3 അതിനകത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇവിടുന്ന് 2 പോയി. പിന്നെ ഇവിടുന്ന് ലാസ്റ്റ് വന്ന ഇയാളും പോയി. അപ്പോൾ ഇതാ വരിക. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിനകത്ത് 3 കളഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇനി വെള്ളം വരുമ്പോൾ ആരും മാറിക്കൊടുക്കില്ല. 6 വെള്ളം വരും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6 വെള്ളം വരും വേണം. വെള്ളത്തിന് ആരും മാറിക്കൊടുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു 5 ഇവിടെ ഡി കൂടി വരച്ച് വെച്ചിട്ട് ഡിയുടെ 5 ബോക്സ് ഇവിടെ ഉണ്ടാക്കി വെക്കും. എന്നാലേ വെള്ളത്തിന് ഇവിടെ ഒരു H2O വരും, ഇവിടെ ഒരു H2O വരും, ഇവിടെ ഒരു H2O വരും, H2O വരും. അപ്പോൾ 6 വേണ്ട, 1, 2, 4 ആയിട്ടുള്ളൂ. ഇനി ഇതിലും H2O വരും, ഇതിലും H2O വരും. കാരണം അതുകൊണ്ടാണ് എന്താക്കിയത്? ഇങ്ങനെ H2O നമുക്കിങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇവിടെ 5 ആൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, 5 അൺപെയ്ഡ്. അതുകൊണ്ട് ഇതിന് ഭയങ്കര കാന്തിക സ്വഭാവമാണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇനി സയനൈഡിൻ്റെ കേസിൽ നമ്മൾ നോക്കൂ. രണ്ടാമത്തെ സയനൈഡിൻ്റെ കേസിൽ എന്താ? സയനൈഡ് ഇതേപോലെ തന്നെയാണ്. ബോക്സ് ആദ്യം വരയ്ക്കുന്നതൊക്കെ സെയിം തന്നെയാണ്. 4s2 3d6 എല്ലാം സെയിം ആണ്. പക്ഷെ അവസാനത്തെ കള്ളിയിൽ എന്ത് വരുന്നറിയോ? ഈ ഒറ്റക്ക് നിൽക്കുന്നവന്മാരൊക്കെ എന്താവും? സയനൈഡിനെ കണ്ടാൽ അവരൊക്കെ പെയറാവാൻ തുടങ്ങും. അപ്പോൾ 1, 2, 3, 4, 5 ഇതിലൊക്കെ പെയറാവും. ഇവർ പെയറാവും സയനൈഡ് വന്നാൽ. അപ്പം അവിടെ 2 ബോക്സ് കാലിയായി. അപ്പം അതിലോട്ട് സയനൈഡിന് വരാം. അപ്പം ഇവിടെ അതിലോട്ട് സയനൈഡിന് വരാം. അപ്പം ഈ ഡിയുടെ ആവശ്യമില്ല. അപ്പം അതിലോട്ട് സയനൈഡ് വരും. അപ്പം സയനൈഡ് വരും, സയനൈഡ്. അപ്പം ഇവിടെ ഒരാളെ ഒറ്റയ്ക്ക് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. കാന്തിക സ്വഭാവം കുറവാണ്, വീക്ക്ലി പാരാമാഗ്നറ്റിക്. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സയനൈഡിൽ എന്താണ് സംഭവിച്ചതെന്നും വെള്ളത്തിൽ എന്താണ് സംഭവിച്ചതെന്നും. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പോൾ ഇതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവറിത്തിങ് വിൽ ബി ഈസി. ഇതേ പാറ്റേണിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ദ സെയിം ക്വസ്റ്റ്യൻ അതിനകത്ത് ഇതേപോലെ സ്ട്രോങ്ലി എന്തുകൊണ്ടാണെന്ന് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരാം അതിനകത്ത് ക്വസ്റ്റ്യനുകൾ. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇവിടെ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്, സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതണം. അതിനകത്ത് ഞാൻ എഴുതിയപ്പോൾ നേരത്തെ നിങ്ങൾ എഴുതി എന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, സോ സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക്. ഇവിടെ ഓൺലി 1 അൺപെയ്ഡ് ഇലക്ട്രോൺ,
സോ വീക്ക്ലി പാരാമാഗ്നറ്റിക്. അപ്പോൾ അതിൻ്റെ റീസണാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ ഈ റീസൺ എന്താണ്? ഇവിടെ സയനൈഡ് സ്ട്രോങ് ലിഗാൻഡ് ആണ്, അതുകൊണ്ടാണ് പെയറിങ് നടക്കുന്നത്. സയനൈഡ് എന്താണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ്. വെള്ളം വീക്ക് ലിഗാൻഡ് ആണ്. വാട്ടർ ഈസ് എ വീക്ക് ലിഗാൻഡ്, സോ നോ പെയറിങ്. അപ്പോൾ എല്ലാവരും ഒറ്റക്ക് നിൽക്കും. ഒറ്റക്ക് നിന്നാൽ കാന്തിക സ്വഭാവം കൂടും. സോ വെള്ളത്തിൻ്റെ കേസിൽ FeH2O പാരാമാഗ്നറ്റിക് ആണ്. FeCN ഡയാമാഗ്നറ്റിക്, ഡയല്ല വീക്ക്ലി പാരാമാഗ്നറ്റിക്. ഒരാൾ അവിടെ ഉണ്ട്, വീക്ക്ലി പാരാമാഗ്നറ്റിക്. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് പറയുവാനുള്ളത് ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആക്കിയിട്ട് നിങ്ങൾ ഇത് എഴുതി വെക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത് the octahedral complex cobalt NH3 6 3+ is diamagnetic while COF6 3- is paramagnetic. Explain using valence bond theory. 2020 3 മാർക്കിന് ചോദിച്ചതാണ്. ഫസ്റ്റത്തത് ഡയ, അതിൽ ആരും ഒറ്റക്കില്ല, അതാണ് ഡയ എന്ന് പറഞ്ഞാൽ. ഡയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും ഒറ്റക്ക് നിൽക്കുന്നില്ല. പാര എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്നവരുണ്ട്. അപ്പം അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം നിങ്ങൾ കൊബാൾട്ടിൻ്റെ കൂടെ അമോണിയ സ്ട്രോങ് ആണ് കേട്ടോ. അമോണിയ സ്ട്രോങ് ആണ്. രണ്ടാമത്തെ ആൾ വീക്കാണ്, ഇത് വീക്കാണ്. അപ്പോൾ പെയറിങ് ഇവിടെ നടക്കൂല, ഇവിടെ പെയറിങ് നടക്കും. ഇത് സ്ട്രോങ് ആണ്. അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യും. അപ്പം ഞാനിവിടെ കാര്യങ്ങൾ പറയാം. കൊബാൾട്ടിൻ്റെ നമ്പർ എത്രയാണെന്ന് പറഞ്ഞുതരാം. കൊബാൾട്ടിൻ്റെ നമ്പർ ഫെക്കോനിക്കൂസൻ കൊബാൾട്ട് 27 ആണ്. അപ്പോൾ അതനുസരിച്ച് വേണം കള്ളികൾ വരയ്ക്കാൻ. എന്നിട്ട് ഇവിടെ കൊബാൾട്ടിൻ്റെ ചാർജ് അമോണിയ 0 ആണ് ചാർജ്. അപ്പോൾ കൊബാൾട്ട് 2 കേസിലും എന്തുതന്നെയാണ്? 3+ തന്നെയാണ് കേട്ടോ. കൊബാൾട്ട് 2 കേസിലും എന്താണ്? 3+ ആണ്. അപ്പോൾ മുന്നേ 3 കളഞ്ഞിട്ട് വേണം വരയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് അമോണിയ എന്താണെന്ന് അറിയാം. അമോണിയ വരുമ്പം സ്ട്രോങ് ആണ്, പെയർ ചെയ്യും. അമോണിയ സ്ട്രോങ് ആണ്. എഫ് എന്താണ്? വീക്കാണ്. അപ്പോൾ അവിടെ പെയറിങ് നടക്കൂല. അപ്പം പെയറിങ് നടക്കാത്തതുകൊണ്ട് അവിടെ അൺപെയർഡ് ഉണ്ടാവും, പാരാമാഗ്നറ്റിക് ആവും. ഇവിടെ പെയറിങ് നടക്കും, ആരും ഒറ്റക്ക് നിൽക്കില്ല, അപ്പോൾ ഡയാമാഗ്നറ്റിക് ആവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിനകത്ത് കള്ളി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നാളെ അതിനകത്ത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനകത്ത് പറയാം. ഓക്കെ, എഴുതി വെച്ചോളൂ.